കുറച്ചും കൂടെ അങ്ങ് ഒഴിച്ചുകൂടി. ഇതെന്തായാലും സ്വർണ്ണങ്ങാനാ? ഇത് വെറുതെ കിട്ടുന്നൊന്നല്ല. പിന്നെ പാലില്ലാണ്ട് ചായ ഇറങ്ങിയാലോ ഒന്നിനും. ആ പാലൊന്നും വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞാൽ പാലും വാങ്ങിക്കൊണ്ടുവരൂല. ഓ ഉറങ്ങുന്നുണ്ടില്ലേ? എന്തൊരു സുഖ. ഞാനിവിടെ എന്താക്കിയാലും വേണ്ടിയില്ല. എൻ്റെ ജീവിതം ഈ അടുക്കളയിൽ കിടന്ന് അരകിച്ച് തീരും. എടുത്താലും തീരാത്ത പണിയായി പോരേല്. ഇത് എത്ര കുറ്റി ചുട്ടാലാണ് എല്ലാത്തിൻ്റെ ഒന്ന് വയറ് നിറയ്ക്കാൻ പറ്റിയ പഠിച്ചോനെ? തേങ്ങ തീർന്നോ? ഒരു തേങ്ങ പൊളിച്ച് വെക്കാൻ പറഞ്ഞാൽ ആർക്കും സമയം ഉണ്ടാകുകയില്ല. എന്നാലോ തിന്നാൻ നേരത്തെ റെഡിക്ക് ഉണ്ടാവുകയും ചെയ്യും. ഓ എന്തൊരു സുഖ. ഉറങ്ങുന്നാണ്ടില്ലേ കുണുവാവ? നിങ്ങൾക്കൊന്നും അറിയണ്ടാലോ, സുഖമായിട്ട് ഉറങ്ങാലോ. നിനക്കിപ്പോ എന്നാ വേണ്ടിയത്? വേഗം പോയിട്ട് ഒരു തേങ്ങ പൊളിച്ചുണ്ടാ. ഞാനോ? നിങ്ങൾ പൊളിച്ചാ പൊളിയല്ലേ? ഒരു കട്ടൻ ചായ കുടിച്ചിട്ട് പോരെ? കട്ടൻ ചായക്കോ പിന്നെ വേഗം പോയിട്ട് തേങ്ങ പൊളിക്ക്. എണീക്ക് മദ്രസ പോണ്ടേ? എണീ. തേങ്ങ ഏതാ? അല്ല മഞ്ച, ഈ തേങ്ങ ഒന്ന് വെട്ടിക്കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങളെ കൈമേല വള അങ്ങൂരി പോകേനോ? തേങ്ങ അതൊന്ന് ചേരണ്ടി. തനക്ക് ആകെ 2 കൈയുള്ളൂ. ചേരണ്ടിയോട് അല്ല മനുഷ്യങ്ങൾ പല്ല് തേച്ചിക്കോ? എന്തിനാ ഉമ്മ തരാനാ? അല്ല വാപ്പ തരേ. പോയിട്ട് പല്ല് തേച്ച് വാ, ഞാൻ കട്ടൻ ചായ തരാം. എടേ ചായ ഉമ്മച്ചി എനിക്ക് ബൂസ്റ്റ് മതി. മോളെ ബൂസ്റ്റ് തീർന്നൊക്കെ ഒരു കുപ്പി ബൂസ്റ്റ് ഇങ്ങ് വാങ്ങിക്കോ. കഴിഞ്ഞ ആഴ്ച ഓരോ ബൂസ്റ്റ് വാങ്ങി, അത് തീർന്നോ? നിങ്ങൾ എന്തിനാന്ന് തിന്നതിനും കുടിച്ചതിനൊക്കെ കണക്ക് പറയുന്നത്? എന്തിനും കണക്കാ. ആ കുട്ടിക്ക് ബൂസ്റ്റ് കുടിക്കണ്ടേ? എന്നാലും ഒരാഴ്ച കൊണ്ടല്ലോ. എനിക്ക് എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിലും മക്കൾക്ക് വേണ്ടിയൊക്കെ ഞാൻ അങ്ങ് വാങ്ങിക്കൊടുത്തേനെ. ഓ പിന്നെ 10ാം ക്ലാസ് തോറ്റ എനിക്ക് ഡോക്ടർ ഉദ്യോഗം കിട്ടും. ഉമ്മച്ചിക്ക് കളക്ടറിന്റെ ജോലി കിട്ടും. മിണ്ടാണ്ട് തിന്നിട്ട് എണീറ്റ് പോയിക്കാർന്ന്. നിക്ക് പോലെ മോക്ക് സ്കൂള് ബസ് ഫീസ് കൊടുക്കണോ? നാളെ കൊടുക്കാം. അതൊന്നും പോരാ, ടീച്ചർ എന്നോടാ ചോദിക്കുക. നിങ്ങൾ പൈസ എടുക്ക്. ഇത് നോക്ക്, എന്റെ 500 റുപ്യ ഉള്ളു. ഇതിന് ഡീസൽ അടിക്കണം. നാളെ തരാന്ന് പറ പ്ലീസ്. നിങ്ങൾ 500 എടുക്ക്, ഡീസൽ നാളെ അടിക്കാം. പിന്നുണ്ടല്ലോ വാപ്പച്ചി, നാളെ കഴിഞ്ഞ് മറ്റന്നാള് ഉമ്മച്ചിന്റെ ഹാപ്പി ബർത്ത്ഡേ അല്ലേ? അതിന് നമുക്ക് സർപ്രൈസ് കൊടുക്കണ്ടേ? നമുക്ക് കൊടുക്കാട്ടോ. മോളിപ്പം മദ്രസ പോട്, ബെല്ലടിക്കും. അത് മതി കിഞ്ഞാരം പറഞ്ഞത്. മദ്രസയിൽ ഇപ്പം ബെല്ലടിക്കും. പാപ്പി വരുമ്പോണ്ടല്ലോ എനിക്കൊരു കിൻഡർ ജോയ് കൊണ്ടുവരണേ. ഞാൻ പോടുട്ടാ മദ്രസയിൽ. അസ്സലാമലൈക്കും. എല്ലാ കൈനീട്ടം പോയാ? വലൈക്കും സ്സലാം. ഏടെ പോവാനാ? 7 മണിക്ക് വന്നാ ഫുള്ള് ക്ഷീണാണ്. എടാ ഒരു 200 റുപ്യയുടെ ഡീസൽ അടിക്കാൻ പൈസ ഇല്ല. അല്ല ചങ്ങായി, ഓടുന്ന പൈസക്ക് ഇനി ഏത് ബാങ്കിലേക്ക് കൊണ്ടുവരുന്നത്? പലിശക്ക് പൈസ കൊടുക്കുന്ന മുരളിയില്ലേ മോന്റെ ബാങ്കില്. അല്ലടോ, ഇനി പലിശക്ക് വാങ്ങി ഏടെ എത്തുത്? എനിക്ക് ചായ വേണമെങ്കിൽ വാ. ചായ വാങ്ങി തരികയെങ്കിൽ ഞാൻ വരാം. എന്നാ വാ.
എടാ ചായ. ഇരിക്കി. കഴിക്കാൻ എന്താ വേണ്ടേ? ഇല്ല ഒന്നും വേണ്ട. കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിക്കോ? വേണ്ട. ഈ ഒരു കാര്യം ചെയ്യും, 10,000 റുപ്യ ആരോടെങ്കിലും ഒന്ന് തിരിച്ചു തരുമോ? നമുക്ക് പലിശ കൊടുക്കാം. ഇനി ഇങ്ങനെ പലിശക്ക് എടുക്കാൻ തുടങ്ങി അഞ്ഞ എടുത്തു. അത് മറ്റന്നാളെ ഓളെ ബർത്ത്ഡേ ആണ്. ഒരു മോതിരം വാങ്ങി കൊടുക്കാനാ. ഇനി നന്നാവൂല. ഒരു പൊരേന്റെ തറ കെട്ടിയിട്ട് എത്ര കാലായി ചങ്ങായി. എങ്ങനെയെങ്കിലും അതിനൊരു ചുമര് കെട്ടാൻ നോക്കുന്നു. സാറിന്റെ ബാങ്കിൽ ഞാൻ ലോണിന് കൊടുത്തിട്ടുണ്ട്. ഓ പിന്നെയും കാണോ. പിന്നെ ഞാൻ എന്ത് ചെയ്യണോ? എല്ലാരും സ്വപ്നങ്ങൾ എന്റെ തലയിലാ. മക്കളെ പഠിത്തം, പിന്നെ വീട്ടു ചെലവ്, ട്യൂഷന്, അത് ഇത്, കല്യാണം, എല്ലാ പണ്ടാരങ്ങളും, മരിച്ചാലും ജനിച്ചാലും വരെ ചെലവ്. ഞാൻ എന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ഈ 3 ചക്രം ഉരുട്ടിയിട്ട് ഞാൻ എന്തെല്ലാം ചെയ്യേണ്ടത്? നീ വിഷമിക്കല്ല, ഒന്ന് സമാധാനപ്പെട്. നീ എന്തിനാ എത്രയും വലിയ വീടെല്ലാം വെക്കുന്നത്? 1000 സ്ക്വയർ ഫീറ്റ് വീടെല്ലാം പോരെ എനിക്ക്? നിങ്ങളാകെ 3 പേരല്ലേ ഉള്ളൂ. എനിക്കുള്ള വീട് തന്നെ മതി. എനിക്ക് ഇത്ര വലിയ വീട്ടിൽ കിടന്നാലൊന്നും എനിക്ക് സമാധാനം കിട്ടിയില്ല. പക്ഷെ മറ്റുള്ളവരെ മുന്നിൽ നമ്മൾ ചെറുതായി പോകുന്നുള്ളൊരു തോന്നലാണ് ഓക്ക്. ജീവിതം എന്ന് പറയുന്ന ഒന്നല്ലേ ഉള്ളൂ. അതുകൊണ്ട് വലിയ വീട് തന്നെ കിടക്കട്ടെ. ഇത്രയും കടലെല്ലാം വരുത്തി വെച്ചിട്ട് എനിക്ക് സമാധാനം കിട്ടുമോ? നമ്മൾ ആണുങ്ങൾ അങ്ങനെയാടോ, എല്ലാ വേദനയും ഉള്ളിൽ അടക്കി പിടിച്ചിട്ട് ഒരു കോമാളിനെ പോലെ മറ്റുള്ളവരെ ചിരിപ്പിക്കും, സന്തോഷിപ്പിക്കും. പിന്നെ നമ്മളെ പിലാത്തിലെ മുനീർഖാന്റെ കയ്യിൽ ഒരു വിസ ഉണ്ടെന്ന് പറഞ്ഞു. നീ പോന്നോ ദുബായിക്ക്? ഓളോ ഈ കാര്യം എന്നോട് കുറേ ആയി പറയുന്നത്. പക്ഷെ എൻ്റെ മോളെ ഓളെ എല്ലാം വിട്ടിട്ട് പോകാൻ എനിക്കാവൂല. ജീവിതം ഒരെണ്ണാലുള്ളൂ. അത് ഓരോടെ അങ്ങ് സന്തോഷത്തോടെ ജീവിച്ചാൽ മതി. ഹലോ. ഓക്കെ പോരാ. ഓക്കെ, എനിക്കൊരു കൈനീട്ടം കിട്ടിയേക്ക്. ഞാൻ ഓട്ടം പോയിട്ട് വരാം കേട്ടോ. വന്നിട്ട് കാണാം. കിൻഡർ ജോയ് ഉണ്ടോ നിനക്ക് വാപ്പേ? പിന്നെന്താ, ഇതാ ചോറുതാ. ചോറൊന്നും ഞാൻ വെച്ചിട്ടില്ല. ഇന്നലത്തെ ചോറുണ്ട്. ചമ്മന്തി ഒടിച്ചു തരാം. മീനത കൊണ്ടുവന്ന് കറിയും വെച്ച വേഗം. മീനെന്തെന്നാ? നല്ല കുഞ്ഞിമത്തിയാ. കുഞ്ഞു മത്തിയോ? നിനക്ക് മത്തി മാത്രമേ കിട്ടുള്ളൂ? അയക്കൂറ് ആവോലി ഒന്നും കിട്ടിയല്ല. ഇതൊക്കെ ആർക്ക് വാങ്ങാൻ കൊണ്ടുവച്ചതാ? പിന്നെ എൻ്റെ മൊബൈലിൽ നെറ്റ് തീർന്നിക്ക്, ഒന്ന് റീചാർജ് ചെയ്യണേ. 1.5 GB പോരെ, 2 GB കേട്ടണേ. ഇതെന്തെന്നാ? കണ്ടറിഞ്ഞൂടെ വെണ്ടേനെയും തക്കാളിനെയും തയ്യാന്ന്. അല്ല മഞ്ചേത് കുഴിച്ചിടുന്ന സമയം കൊണ്ട് നിങ്ങൾക്ക് ആ വണ്ടി എടുത്ത് ഓടിയിട്ട് ആ പൈസക്ക് കുറച്ച് തക്കാളി ഇങ്ങ് വാങ്ങണോ? ഇതൊക്കെ ഇനി ഏത് കാലത്ത് ഉണ്ടാകാനാ? നിങ്ങൾക്കൊന്നും വേറെ പണിയില്ലേ? ഹാപ്പി ബർത്ത്ഡേ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഓക്കെ, ഇൻഷാ അല്ലാ. നീ നാളെ വരില്ലേ? ഞാൻ രാവിലെ അങ്ങ് ഓക്കെ. ലത്തീഫ് ഒന്നും കൂടെ വരുമോ? എന്താടാ? ഇനി കഴിഞ്ഞ ദിവസം പലിശക്ക് എടുത്ത പൈസേന്നേ ഒരു 5000 ഉറുപ്പ്യം തരുമോ? വണ്ടീന്റെ ബ്രേക്കല്ലേ മറ്റന്നാള്. നോക്കട്ടെ, ഒരു മിനിറ്റ്. എന്നാക്കോ. വലിയ ഉപകാരം കേട്ടോ. ആയിക്കോട്ടെ. തരാം കേട്ടോ. ഓക്കെ, എന്നാ കേട്ടോ. ഓക്കെ. എന്തെന്നാ അവന് കൊടുത്തേ? അതെ, ഓനൊരു 5000 റുപ്യ കടം ചോദിച്ചത്. അവന്റെ വണ്ടീന്റെ ബ്രേക്കാ. അല്ലെങ്കിൽ ഞാനൊരു പൈസ ഒക്കെ ചോദിച്ചാൽ നിങ്ങളുടെ അടുത്ത് ഒരിക്കലും ഉണ്ടാകില്ല. കൂട്ടുകാരന് ചോദിച്ചാൽ വേഗം എടുത്തു കൊടുത്താണ്ടില്ലേ?
ഇത് നോക്ക്, ഈ ചുരിദാർ ഞാൻ ഓർഡർ ചെയ്യട്ടെ. എൻ്റെ കയ്യിൽ പൈസ ഉണ്ട്, ഇനി ഓർഡർ ചെയ്തോ. എൻ്റെ കയ്യിൽ പൈസ ഉണ്ട്, നിങ്ങളെ കാലി ഞാൻ പിടിക്കണോ? എടി ഇന്നലെ അല്ല എനിക്കൊരു മോതിരം വാങ്ങി തന്നെ, അതിനെ എങ്ങനെയാ പൈസ ഉണ്ടാക്കിയെന്ന് എനക്കും പഠിച്ചവനും അറിഞ്ഞോളൂ. ഓ, ഒരു മീന്തോളി പോലത്തെ ഒരു മോതിരമായി തന്നെ ഇങ്ങനെ കണക്ക് പറയുന്നത്. എൻ്റെ പുരന്ന് എത്ര സ്വർണം തന്നിട്ട് എങ്ങോട്ട് എന്നെ വിട്ടത്? എൻ്റെ ഇക്കാക്കമാരോ ഓലെ ഭാര്യമാരാ നോക്കുന്ന പോയി കണ്ടുപഠിക്ക്. ഇപ്പോഴും ഞാനൊരു വാക്ക് പറഞ്ഞാൽ മതി, ഈ നിമിഷം വന്ന എൻ്റെ ഇക്കാക്ക എന്നെ കൂട്ടിക്കൊണ്ടു. അതറിയാം. കഴിഞ്ഞ ആഴ്ച കല്യാണത്തിന് പുതിയ ഡ്രസ്സ് വാങ്ങിയത്, പിന്നെ എനിക്ക് വേണോ? കഴിഞ്ഞ ആഴ്ച ഡ്രസ്സ് എടുത്ത എന്നെ കണക്ക് നിങ്ങൾ എഴുതി വെച്ചിക്കില്ലേ? നിങ്ങൾക്ക് എല്ലാത്തിനും കണക്കുണ്ട്, തിന്നുന്നതിനും കുടിക്കുന്നതിനും എല്ലാം കണക്ക്. ഈ വീട്ടിൽ ഞാൻ ചെയ്യുന്ന പണിക്ക് ഒരു കണക്കുമില്ല. രാവിലെ മുതൽ രാത്രി വരെ ഞാൻ ഒരു അടിമേനെ പോലെ പണി ചെയ്യാ, അതിനൊരു കണക്കുമില്ല. നിങ്ങൾക്ക് രാവിലെ വണ്ടി എടുത്ത് അങ്ങാടി പോയി അങ്ങ് ഇരുന്നാ പോരെ, എന്താ സുഖം? എന്റെ കഷ്ടപ്പാട് ആരെങ്കിലും അറിയുന്നുണ്ടോ? എടി ഞാൻ പണിക്ക് പോകുന്നതല്ലേ. ഓ, ഒരു പണി വണ്ടി ഓടിക്കലല്ലേ? എത്രയോ പെണ്ണുങ്ങൾ രാവിലെ പണിക്ക് പോയിട്ട് വന്നിട്ട് വീട്ടിലെ പണി എടുക്കുന്നു. അതൊന്നും നിങ്ങൾക്ക് ചെയ്യണ്ടാലോ. പൈസ ഉണ്ടാക്കൽ ആർക്കും പറ്റൂ, അത് ഇത്ര കാര്യമാക്കിയിട്ടൊന്നും പറയണ്ട. എന്നാ നാളെ തൊട്ട് ഇനി പണിക്ക് പോടെ, ഈ പൊരയിലെ കാര്യം ഞാൻ നോക്കിക്കോളാം. എന്നെ പണ്ടോ മണോ തന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചണ്ടല്ലോ. ഞാൻ പണിക്ക് പോയിട്ട് നിങ്ങളെ തടി നന്നാക്കാനല്ല. ഇങ്ങോട്ട് വാ, എനിക്ക് മാത്രം ഇങ്ങനത്തെ ഒരു ജീവിതം ഉണ്ടാവും. ഇതാ നോക്ക്, ഒരു തറ കെട്ടിയിട്ടിക്ക്, അതും എന്റെ നിർബന്ധത്തിന്. എല്ലാവർക്കും വീടായി, എനിക്ക് മാത്രം വീടില്ല. എടി ലോണിന് കൊടുത്തിക്ക്. നിങ്ങൾ ലോണും കാത്താടെ നിന്നോ, അപ്പോഴേക്ക് മൂത്ത് നരച്ച് ഞാൻ കുകിപ്പോവും. എല്ലാവർക്കും വീടായി, ഈ ചെറ്റ പൊരേ കിടന്ന് നരകിക്കാനാ എൻ്റെ വിധി. ഏത് സമയത്താ പഠിച്ചോൻ ഈ നരകത്തിലേക്ക് വരാൻ തോന്നിയത്? സാറേ, നമ്മളെ ഹൗസിംഗ് ലോണിന് അപേക്ഷ വന്നിട്ടില്ലായിരുന്നോ? അതെന്തായി? ആ, ഇന്ന് ഫുള്ള് ഓട്ടായിക്കൂല്ലേ? ഓട്ടോ അല്ലടാ, വീട്ടിലേക്കാ. അല്ല, ഇതെന്താ എത്ര നേരത്താ? എന്തോ ഒരു തലകറക്കം, നിൽക്കാൻ പറ്റുന്നില്ല. ഞാൻ പോട്ടെ. ഓട്ടം എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കിട്ടോ. ആ ഓക്കെ, ഞാൻ വിളിക്കടാ. അല്ലാ, എന്തെന്നാ പറ്റിയേ? അല്ലാ, എന്നാ വണ്ടി ആരെങ്കിലും ഒന്ന് ഓടി വന്നേ. ആരെങ്കിലും ഒന്ന് ഓടി വാ. അല്ലാ, ഡോക്ടർ എന്തെന്നാ പറഞ്ഞ? എന്നോടാ ചോദിച്ചേ, ഡോക്ടർ എന്തെന്നാ പറഞ്ഞത്? താത്ത, ഇക്ക പോയി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. في ضلال مبين إني آمنت بربكم فاسمعون قيل ادخل الجنة قال ذلك قومي يعلمون بما فضل ربي وما أنزلنا على قومه من بعده من جند أنتم صادقين
أتخذ من دونه آلهة يريدون വണ്ടിക്ക് വിളിച്ചില്ലേ? الرحمن ആ, വിളിച്ചിട്ടുണ്ട് بضر ഇപ്പോൾ. دعاني أني شفاعة شيء ولا ينجدون ആ വണ്ടി വന്നു. إني إذا لفي ضلال താത്താനൊന്ന് വിളിക്കുവോ? മോളെ കടയും തുറന്നിട്ട് വന്നാ വേഗം പോണം അങ്ങോട്ട്, അവിടെ ആളില്ല. വിഷമിക്കണ്ട താത്ത, ഞങ്ങളൊക്കെ ഇല്ലേ. എന്താവശ്യം ഉണ്ടെങ്കിലും നിങ്ങളൊന്ന് വിളിച്ചാൽ മതി. ഉമ്മ വിശക്കുന്നു. ഉമ്മ വിശക്കുന്നു. ഹലോ ഹലോ ഇക്കാക്ക. ആ ഹലോ പറ. ഇക്കാക്ക തിരക്കിലാന്നോ? ആ കുറച്ച് തിരക്കില്ല, വേഗം പറ. ഇവിടെ അരി സാധനമൊക്കെ തീർന്ന് കറി വെക്കാനൊരു തക്കാളി പോലും ഇല്ല. വിശന്നിട്ട് മോള് കരയ്യ. ഇക്കാക്ക നിങ്ങൾ കേൾക്കുന്നില്ലേ? പണ്ട് തറവാട്ടിൽ വന്നിട്ട് സ്വത്തിന് വീതം ചോദിക്കുമ്പോ എന്റെ സൗണ്ട് ഇങ്ങനെ നല്ലതിനോ. എന്നിട്ട് ആ പൈസയും കൊണ്ട് ആർക്കും ഇല്ലാത്തൊരു കാറും അങ്ങ് വാങ്ങി. മര്യാദക്ക് 30 കിലോ റേഷൻ അരി കിട്ടുന്നല്ലേനോ. അന്നേരം നിങ്ങൾക്ക് അന്തസ് കുറവ്. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ആ കിടന്ന് മോങ്ങണ്ട. വീട്ടിൽ ചെന്നിട്ട് അമ്മായിനോട് പറഞ്ഞിട്ട് അരി വാങ്ങിക്കോ. എന്നിട്ട് എങ്ങനെയെങ്കിലും ആ കാറ് വിറ്റിട്ട് കാർഡ് BPL ആക്കാൻ നോക്ക്. എന്റെ പൊന്നാര മനുഷ്യങ്ങൾക്ക് ഒരു കാറ് വാങ്ങരുതോ? എല്ലാരും കാറിൽ വന്നിറങ്ങും, നമ്മൾ മാത്രം ഈ ഉണക്ക സ്കൂട്ടർ മേലു. എടീ നമ്മളിപ്പം കാറ് വാങ്ങിയാണ്ടല്ലോ, ഇപ്പം റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന 30 കിലോ അരി ഉണ്ടല്ലോ, ഒറ്റയടിക്ക് 10 കിലോനായിട്ടും കുറയും. അതറിയോ? അതെങ്ങനാ? എടീ നമ്മളിപ്പം BPL കാർഡാണ്. നമ്മൾ കാറ് വാങ്ങിക്കഴിഞ്ഞാണ്ടല്ലോ, സർക്കാരിന് മുന്നിൽ നമ്മൾ വലിയ പൈസക്കാരായിട്ട് അങ്ങ് മാറും. പിന്നെ നമുക്ക് സബ്സിഡിയും കാര്യങ്ങളൊന്നും കിട്ടുകയില്ല. സർക്കാരെ മുന്നിൽ മാത്രമല്ല, കുടുംബക്കാരെ മുന്നിൽ, നാട്ടുകാരെ മുന്നിലൊക്കെ പൈസക്കാരാകണം. അല്ലെങ്കിൽ ആർക്കും ആണ് ഈ ഉണക്ക റേഷൻ അരി. നിങ്ങൾ വണ്ടി എടുക്ക്. ഉമ്മ വിശക്കുന്നു. മോള് ഇവിടെ ഇരിക്കും, വെച്ചിപ്പം വരട്ടോ. ഉമ്മച്ചിപ്പം കപ്പളങ്ങ ചെത്തിക്കൊണ്ട തരട്ടോ. മോളെണീക്ക്, ഇതങ്ങ് തിന്നു.
ഹിനമോളെ ഹിനമോളെ എന്താ പാപ്പേ? എന്നാ ഇത് തിന്നോ. എനിക്കിത് ഇഷ്ടമില്ല, എനിക്ക് ആപ്പിൾ മതി. ഒന്നുമില്ല മോളെ, മോള് തിന്നോ. ചോക്ലേറ്റ് തിന്നാൻ കൊതിയാന്ന്. പാപ്പച്ചുള്ളപ്പോ എല്ലപ്പോ ചോക്ലേറ്റ് തരുന്നു. മോളെ ഉമ്മച്ചിക്ക് പൈസ കിട്ടുമ്പോ വാങ്ങി തരാം കേട്ടോ. മോളിപ്പോ ഇതങ്ങ് തിന്നോ. വലിയ ഉപകാരം കേട്ടോ. ആയിക്കോട്ടെ. തരാം കേട്ടോ. ഓക്കെ എന്നാ വിട്ടോ. ഓക്കെ. എന്തെന്നാ അവന് കൊടുത്തേ? അതെ, ഓനൊരു 5000 റുപ്യ കടം ചോദിച്ചതേനെ. അവൻ്റെ വണ്ടീൻ്റെ ബ്രേക്കാ. ഹലോ. താത്ത എന്താ താത്ത? ഈ ഇക്കാനോട് ഒരു 5000 റുപ്യ വാങ്ങിയില്ലായിനോ? അത് കിട്ടിയ വലിയ ഉപകാരമായിനോ. 5000? ഏത് 5000? അന്ന് ബർത്ത്ഡേ പരിപാടിക്ക് വന്നില്ലായിനോ, അന്നേരം വാങ്ങിയത്. അങ്ങനെ ഒരു 5000 ഞാൻ വാങ്ങിക്കില്ലല്ലോ. പിന്നെ ഇങ്ങനെയൊക്കെ തിരിച്ചു കൊടുക്കണം. എത്ര തിരിച്ചു കൊടുക്കണം? പൈസ കിട്ടിയോ? ആ മോളെ കിട്ടും. അകലേ 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 നീ മാഞ്ഞു പോയപ്പോൾ ഞാൻ എന്നിലില്ലാത്ത പോലെ. അകലേ അകലേ നീ മാഞ്ഞു പോയപ്പോൾ ഞാൻ എന്നിലില്ലാത്ത പോലെ. പരിഭവം കൊണ്ടു ഞാൻ നിന്നെ മൂടുമ്പോൾ പറഞ്ഞില്ല നിന്നാത്മദുഃഖം. ഞാനറിഞ്ഞില്ല നീ എന്ന പുണ്യം, അറിഞ്ഞില്ല നീ എന്ന പുണ്യം. അകലേ അകലേ നീ മാഞ്ഞു പോയപ്പോൾ ഞാൻ എന്നിലില്ലാത്ത പോലെ. അരികിലുണ്ടായിട്ടുമറിയാതെ പോയി ഞാൻ നീ എന്ന പ്രാണന്റെ സ്നേഹം. അരികിലുണ്ടായിട്ടുമറിയാതെ പോയി ഞാൻ നീ എന്ന പ്രാണന്റെ സ്നേഹം. നിഴലായി കൂടെ നീയില്ലെന്നോർക്കുമ്പോൾ പാഴ്ജന്മമാകയോ എൻ്റെ ജന്മം. മിഴികളിൽ നോവുമായി മൊഴികൾ ഇടറുമ്പോൾ എന്തിനീ ജന്മമെന്നോർത്തുപോയി. അകലേ അകലേ നീ മാഞ്ഞു പോയപ്പോൾ
എനിക്ക് ഇഷ്ടപ്പെട്ട കഷ്ണം മീൻ. ഇനി പിന്നെ മത്തി ഒക്കെ വാങ്ങി തന്നെന്നുള്ള പരാതി വേണ്ട. താത്ത, എൻ്റെ പേര് മുരളി എന്നാണ്. ഇക്ക മരിച്ചപ്പോൾ ഞാനിവിടെ വന്നിരുന്നു. ആണോ? എന്നാ കയറിയിരിക്കേ. കയറിയിരിക്കുന്നില്ല. മൂപ്പർ എൻ്റെ കയ്യിൽ നിന്ന് 25,000 രൂപ പലിശയ്ക്ക് മേടിച്ചിരുന്നു. എപ്പോ? 2 മാസം മുമ്പ് നിങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിക്ക് ഗിഫ്റ്റോ സ്വർണ്ണോ എന്തോ മേടിക്കാനെന്നാണ് എന്നോട് പറഞ്ഞത്. ഇനിയും 16,000 രൂപ തരാനുണ്ട്. ഈ അവസരത്തിൽ ചോദിക്കുന്നത് ശരിയല്ലെന്ന് എനിക്കറിയാം. അടുത്ത പ്രാവശ്യം വരുമ്പോൾ എനിക്കെൻ്റെ പൈസ കിട്ടണം. എന്നാൽ ഞാൻ പോട്ടെ. എന്താ വേണ്ടിയേ? ഒരു പാക്കറ്റ് ബ്രെഡ് വേണേനു. അല്ല, പറ്റൊക്കെ കുറെ ആയിട്ടോ. അടുത്ത ആഴ്ച തരാം. ഇനി സാധനം വാങ്ങാൻ ഇങ്ങോട്ട് വരണ്ട. വാട്സപ്പിൽ മെസ്സേജ് ഇട്ടായി, ഞാൻ രാത്രി അങ്ങോട്ട് കൊണ്ടുവന്നത്. ഇതെന്തെന്നാ? കണ്ട അറിഞ്ഞൂടെ വെണ്ടേനെ തക്കാളിനെ തയ്യാന്ന്? അല്ല, മഞ്ചായത് കുഴിച്ചിടുന്ന സമയം കൊണ്ട് നിങ്ങൾക്ക് ആ വണ്ടി എടുത്ത് ഓടിയിട്ട് ആ പൈസക്ക് കുറച്ച് തക്കാളി ഇങ്ങ് വാങ്ങണോ? ഇതൊക്കെ ഇനി ഏത് കാലത്ത് ഉണ്ടാകാനാ? നിങ്ങൾക്കൊന്നും വേറെ പണിയില്ലേ? ഹലോ, തൊഴിലുറപ്പിന്റെ ഓഫീസിൽ നിന്നാണേ. നിങ്ങളുടെ കാർഡ് റെഡി ആയിട്ടുണ്ട്, ഒന്ന് വന്ന്. ആയിക്കോട്ടെ, വന്ന് വാങ്ങിക്കോളാം. എന്താ പറ്റിയ? കുട്ടിക്ക് ഇതിനു മുമ്പ് ഇങ്ങനെ വല്ലതും ഉണ്ടായിട്ടുണ്ടോ?
എന്താ പറ്റിയ മോളെ? എന്താ 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 ഛർദിക്കുന്നേ? അങ്ങനെയാന്ന് നിനക്ക് എന്താ ഉറപ്പ്? എന്നാ ഒരു ഓട്ടോറിക്ഷ വിളിച്ചിട്ട് ഗവൺമെന്റ് ആശുപത്രിക്ക് കൊണ്ടുപോയി കാണിക്ക് കേട്ടോ. എനിക്ക് കോഴിക്കോടേക്ക് ഒരു ഓട്ടം പോകണ്ട, ആള് കാത്തിക്കുന്നുണ്ട് അവിടെ. ഇതാ പൈസ അവിടെ വെച്ചേക്ക്, നേരം കിട്ടിയിട്ടുണ്ടേ പോകുന്നുണ്ട്. കുട്ടിക്ക് ഇതിനു മുമ്പ് ഇങ്ങനെ വല്ലതും ഉണ്ടായിട്ടുണ്ടോന്ന്? ആ, ഇതിനു മുമ്പ് പലവട്ടം ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് ഡോക്ടറെ കാണിച്ചിരുന്നോ? ഇല്ല. അതെന്താ കാണിക്കാതിരുന്നത്? കുട്ടി രാവിലെ എന്താ കഴിച്ചത്? അവില്. വെറും അവിലോ? പിന്നെന്താ കഴിച്ചത്? പച്ചപ്പപ്പായ കുറേ കഴിച്ചു. അതെന്താ കുട്ടിക്ക് വേറൊന്നും ഇഷ്ടമല്ലേ? പരിശോധിച്ചതിൽ നിന്നും കുട്ടിക്ക് എന്തോ ഇന്റേണൽ ഇൻഫെക്ഷൻ ഉള്ളതായിട്ടാണ് കാണുന്നത്. ഏതായാലും നിങ്ങൾ മെഡിക്കൽ കോളേജിൽ ഒന്ന് കാണിക്കും. 2 ദിവസത്തേക്കുള്ള മരുന്ന് ഞാൻ എഴുതുന്നുണ്ട്. ഉമ്മച്ചി അക്കുക്ക. ആന്താ ഉമ്മച്ചി അക്കുക്ക നമ്മളെ കണ്ടിട്ട് മിണ്ടാത്തത്? ആ, ഉമ്മ വരുന്നേ? ആ, ഞാൻ ആശുപത്രിയിൽ പോയതായിരുന്നു. അയ്യോ, എന്താ പറ്റിയത്? നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഛർദിക്കുക. ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചാൽ മെഡിക്കൽ കോളേജിൽ കാണിക്കാനാ പറഞ്ഞ. അയ്യോ, മെഡിക്കൽ കോളേജിലോ? എനിക്ക് അറിഞ്ഞൂടാ. ഇക്കാൻ്റെ കൂടെ എന്നെ എൻ്റെ മോളെ അങ്ങ് വിളിച്ചാൽ മതിയായിരുന്നു. ഒന്നും അറിയിക്കാണ്ടാണ് ഇക്ക ഞങ്ങളെ നോക്കിയത്. അത് പോയപ്പോഴാണ് ഞങ്ങൾക്ക് അതിൻ്റെ വില അറിയുന്നത്. അല്ല, എനിക്ക് ഒറ്റയ്ക്ക് മെഡിക്കൽ കോളേജിലൊക്കെ പോയി പരിചയമുണ്ടോ? ഇല്ല. അല്ല, കൂടെ വരാൻ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. എന്നാൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്യേ, ഏതെങ്കിലും ഒരു നല്ല പ്രൈവറ്റ് ആശുപത്രി കൊണ്ടുപോയി കാണിക്കേ. അയ്യോ, സമയം പോയി. ഇനി എന്നെ വൈകുന്നേരം ഒന്ന് വിളിക്കുക. ബസ് ഇപ്പം അങ്ങ് പോകും. എന്നാൽ ഞാൻ പോട്ടെ. അത് മരിച്ച ഡ്രൈവറുടെ ഭാര്യയല്ലേ? ഇത് എന്നടോ, അത് ഓൻ മരിച്ചതിന് ശേഷം എന്താ ഓളിപ്പോൾ നന്നാവുകയും ചെയ്ത് ഓളിപ്പോൾ എങ്ങനെയാണല്ല പോകുന്നത്. ഓളിപ്പോൾ വീട്ടിലിരിക്കാൻ പോലും നേരെയില്ല. ആ, ഇരിക്കേ. ആ, എന്ത് പറ്റി? എത്ര കാലമായി തുടങ്ങിയിട്ട്? ഏകദേശം 1 വർഷമായി. ആ മോളെ, വാ തുറന്നേ. ഈ ടെസ്റ്റ് ചെയ്തിട്ട് വാ. വേണമെങ്കിൽ നമുക്കൊരു എൻഡോസ്കോപ്പി ചെയ്യാം. ആ,
ചെയ്തോ? കുട്ടിയുടെ അച്ഛനെവിടെ? മരിച്ചുപോയി. ഇൻഷുറൻസ് കാർഡ് വല്ലതും ഉണ്ടോ? ഇല്ല. കൂടെ ആണുങ്ങൾ ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഇല്ല. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കുട്ടിയുടെ കരളുകൾക്ക് സാരമായ പ്രശ്നങ്ങളുണ്ട്. മരുന്ന് കൊണ്ട് ചികിത്സിക്കേണ്ട സമയമൊക്കെ കഴിഞ്ഞുപോയി. അകലെ
ഇക്കാക്ക നിങ്ങൾ കേൾക്കുന്നില്ലേ? പണ്ട് തറവാട്ടിൽ വന്നിട്ട് സ്വത്തിന് വീതം ചോദിക്കുമ്പോ എന്റെ സൗണ്ട് ഇങ്ങനെ നല്ലതിനോ. ഇനി സാധനം വാങ്ങാൻ ഇങ്ങോട്ട് വരണ്ട, വാട്സപ്പിൽ മെസ്സേജ് അയച്ച്. അടുത്ത പ്രാവശ്യം വരുമ്പോൾ എനിക്ക് എൻ്റെ പൈസ കിട്ടണം. കുട്ടിയുടെ കരളുകൾക്ക് സാരമായ പ്രശ്നങ്ങളുണ്ട്. മരുന്ന് കൊണ്ട് ചികിത്സിക്കേണ്ട സമയമൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഒരു 5000 ഞാൻ വാങ്ങിക്കില്ലല്ലോ. അകലെ അകലെ നീ മാഞ്ഞു പോയപ്പോൾ ഞാൻ എന്നിലില്ലാത്ത പോലെ. അകലെ അകലെ നീ മാഞ്ഞു പോയപ്പോൾ ഞാൻ എന്നിലില്ലാത്ത പോലെ. പരിഭവം കൊണ്ടു ഞാൻ നിന്നെ മൂടുമ്പോൾ പറഞ്ഞില്ല നിന്നാത്മദുഃഖം. ഞാൻ അറിഞ്ഞില്ല നീ എന്ന പുണ്യം, അറിഞ്ഞില്ല നീ എന്ന പുണ്യം. അകലെ അകലെ നീ മാഞ്ഞു പോയപ്പോൾ ഞാൻ എന്നിലില്ലാത്ത പോലെ.